ഏവർക്കും വണക്കം. ഇന്ന് ബീഹാറിൽ ബന്ദാണ്. ബീഹാറിൽ ബന്ദ് പ്രഖ്യാപിക്കുവാൻ കാരണം എന്താണ്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ അമ്മയെ വോട്ടർ അധികാർ യാത്ര മീറ്റിംഗ് കഴിഞ്ഞ ശേഷം അതേ സ്റ്റേജിൽ വച്ച് ആരോ ചീത്ത വിളിച്ചു. അത് പ്രധാനമന്ത്രിക്ക് ന്യായമായും സഹിക്കുകയില്ല. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനകോടികൾക്ക് പൊറുക്കാനാവില്ല. അതുകൊണ്ട് ബീഹാർ സ്തംഭിപ്പിക്കണം എന്ന് നരേന്ദ്രമോദിയും ആഹ്വാനം ചെയ്തു. ഇത് മാത്രവുമല്ല, നിങ്ങൾ കോൺഗ്രസ്സിലോ RJDയിലോ പെട്ട ആരെയെങ്കിലും എവിടെ വെച്ച് ഇന്ന് കണ്ടാൽ അവരുടെ മുൻപിൽ മുദ്രാവാക്യം വിളിക്കണം. ഇപ്രകാരമുള്ള ഒരു ആഹ്വാനം ജനതയ്ക്ക് നൽകിയ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഈ വിഷയം അല്പം അത് പരാമർശിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ അല്പമെങ്കിലും സ്വാഭിമാനമുള്ള, സംസ്കാരമുള്ള, പുരോഗമന ചിന്തയുള്ള ഒരു വ്യക്തിക്ക് അബദ്ധത്തിൽ പോലും കൈകാര്യം ചെയ്യാൻ കൊള്ളാവുന്ന കാര്യങ്ങളല്ല. ഇതൊരു രാഷ്ട്രത്തെ മുഴുവനും അപമാനിക്കാൻ മാത്രം ഉതകുന്നതാണ്. നമ്മൾ എത്രമാത്രം തറ പാർട്ടികളാണ്, താഴ്ന്ന ചിന്താഗതിക്കാരാണ്, സംസ്കാരശൂന്യരാണ്, കിരാതമായ താല്പര്യങ്ങളും ചിന്തകളും പ്രതികരണങ്ങളും മാത്രം വെച്ചു പുലർത്തുന്നവരാണ് എന്ന് നമ്മോടും ലോകത്തെമ്പാടുമുള്ള ആളുകളോടും വലിയ ഉച്ചസ്വരത്തിൽ വിളിച്ചറിയിക്കാൻ മാത്രം ഉതകുന്ന നീചമായ പ്രവൃത്തികളാണിവ. ഇത് സംബന്ധമായി എനിക്ക് പറയാനുള്ള ഒരേ ഒരാശയം, അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആമുഖമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന വളരെ അപലപനീയമായ, ഒരു വിധത്തിലും നീതീകരിക്കാൻ വയ്യാത്ത ഒരവസ്ഥയുണ്ട്. അതെന്താണ്? എനിക്ക് എന്തും ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്യുന്നത് നീ ചെയ്താൽ നിനക്ക് അടി കിട്ടും. എൻ്റെ ലാഭവും താല്പര്യവും സൗകര്യമനുസരിച്ച് യാതൊരു ലക്കും ലഗാനുമില്ലാതെ, നിയന്ത്രണമില്ലാതെ എനിക്കാരോടും മറുപടി കൊടുക്കേണ്ട എന്ന അവസ്ഥയിൽ എന്തും പറയാൻ, എന്തും ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട്. അതെൻ്റെ മിടുക്കാണ്. നീ അതുപോലെയോ അതിൻ്റെ 10ലൊന്നോ ചെയ്താൽ നിന്നെ വെച്ച് പൊറുപ്പിക്കത്തില്ല. കാരണം നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനല്ല. ഈ ഒരു ചിന്താഗതി, ഇത് ചരിത്രാതീത കാലത്ത് മാത്രം സ്ഥിതി ചെയ്തിരുന്ന തികച്ചും കിരാതമായ, ഒരു വിധത്തിലും ആരും സ്വീകരിച്ചുകൂടാത്ത ഒരു നിലപാടാണ്. ഈ നിലപാട് ആരും സ്വീകരിച്ചാലും, ഞാൻ ഒരു പാർട്ടിയെ പറ്റിയല്ല പറയുന്നത്, ഞാനൊരു നിലപാടിനെ പറ്റിയാണ് പറയുന്നത്. ഇത് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ 10-11 വർഷങ്ങളായി കൂടുതൽ ആധികാരികത, പ്രസക്തി, പ്രാബല്യം പ്രാപിച്ചു വരികയാണ്. ഇത് നമ്മെ വളരെയധികം തളർത്തുകയും പിളർക്കുകയും ബലഹീനമാക്കുകയും അധപ്പതിപ്പിക്കുകയും ചെയ്യും. ഒരു സമൂഹത്തിനും ഈ ഒരു കാഴ്ചപ്പാടിൽ മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. ഒരു സമൂഹത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വേറെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി. ഇത് ദയവായി തിരിച്ചറിയുക. അധികാരത്തിലിരിക്കുന്നവർക്ക് എന്തും ചെയ്യാം, എന്തും പറയാം. പക്ഷെ അവർ പറയുന്ന പോലെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർ ദേശദ്രോഹികളാണ്. അവർ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് വലിയ അപകടം വരുത്തുന്നവരാണ്. ഈ ഒരു നിലപാട് ശരിയല്ല. ഇത് തിരിച്ചറിയുവാൻ സാമാന്യ ബുദ്ധിയുള്ള, മനുഷ്യത്വത്തെ മാനിക്കുന്ന ഏവർക്കും ഒരു കടമയുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇനി പ്രസ്തുത വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധിയുടെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം അവരെല്ലാവരും സ്റ്റേജ് വിട്ട് പോയതിന് ശേഷമാണ് അജ്ഞാതനായ ഒരു യുവാവ് വന്ന് ആരോപിക്കപ്പെടുന്ന ഈ അപഹാസ്യമായ പ്രവൃത്തി അവിടെ നടത്തിയത്. ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ആ വ്യക്തിയെ പോലീസ് നന്നേ ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മതിയാവോളം ചോദ്യം ചെയ്ത ശേഷം പോലീസ് പറയുന്നത് എന്താണ്? ഈ പറയുന്ന വ്യക്തിക്ക് RJDയോടോ കോൺഗ്രസിനോടോ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തെളിയിക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ പ്രൈം മിനിസ്റ്ററുടെ അമ്മയെ സ്റ്റേജിൽ നിന്ന് ചീത്ത വിളിച്ച ഭരത്തനായ ഈ യുവാവിന് RJD രാഷ്ട്രീയ ജനതാദൾ എന്നോടോ കോൺഗ്രസിനോടോ, അതായത് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിനോടോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമായ ഇന്ത്യ സഖ്യത്തിനോടോ എന്തെങ്കിലും ബന്ധമുള്ളതായി തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇതിനെപ്പറ്റി ഇതെങ്ങനെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് ഇപ്രകാരം അരങ്ങേറപ്പെട്ടത് എന്ന ചോദ്യം ന്യായമായും പൊന്തി വരുന്നുണ്ട്. ഞാനൊന്ന് സൂചിപ്പിക്കുന്നു അത്രമാത്രം. കൂടുതലായി ഇതിനെപ്പറ്റി പ്രതിപാദിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കാകെപ്പാടെ പറയാനുള്ള ഒറ്റ വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. ഞാൻ കുറഞ്ഞ പക്ഷം കഴിഞ്ഞ അരനൂറ്റാണ്ട് ഭാരതത്തിലെ രാഷ്ട്രീയ ക്രയവിക്രയങ്ങളെ, രാഷ്ട്രീയത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്കാരത്തെ അല്പം ശ്രദ്ധിച്ചിട്ടുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് സാഹിത്യം വായിക്കുകയും രുചിക്കുകയും ചിലപ്പോഴൊക്കെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഭാഷയെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഭാഷയുടെ പ്രയോഗം ഏറ്റവും പൂർണ്ണമാകണമെന്നും സഭ്യമാകണമെന്നും അതുമാത്രമല്ല ആകണമെന്നും ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യം അവൻ്റെ ഭാഷയിൽ കൂടെ പ്രകടിപ്പിക്കപ്പെടണമെന്നും വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഓരോ വാക്കുകളും ഈ പെറുക്കി ഉപയോഗിക്കുന്നത് പോലെ സംസാരിക്കുന്നത്. നാം ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് ഏറ്റവും കൃത്യമായും പരിശുദ്ധമായും ആശയത്തോടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന വിധത്തിലും കേൾക്കുന്നവർക്ക് ഒരു വിധത്തിലുമുള്ള ചിന്താക്കുഴപ്പം ഉണ്ടാകുവാൻ ഇടയാകാത്ത വിധത്തിലും വേണം നാം സംസാരിക്കേണ്ടത്. ആശയങ്ങൾ വ്യക്തമാകണം. മാത്രവുമല്ല, നമ്മെ ആരെങ്കിലും ശ്രവിച്ചാൽ അവരുടെ ഉള്ളിൽ നന്മയെപ്പറ്റിയും മൂല്യങ്ങളെപ്പറ്റിയും ആദർശങ്ങളെപ്പറ്റിയും ഉദാത്തമായ ലോകവീക്ഷണത്തെപ്പറ്റിയും ഒരു പ്രതിപത്തി, ഒരു താല്പര്യം, ഒരു ബഹുമാനം നൈമിഷികമായിട്ടെങ്കിലും ഉണ്ടാകത്തക്കവണ്ണം വേണം വിദ്യാഭ്യാസവും സംസ്കാരവുമൊക്കെ ഉള്ള ആളുകൾ പൊതുരംഗത്ത് വന്ന് സംസാരിക്കേണ്ടത് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് പല അവസരങ്ങളിലും ധാർമ്മികമായ രോഷം എൻ്റെ ഉള്ളിൽ ആളിക്കത്തുമ്പോഴും ഞാനതിനെ വളരെ വളരെ തത്രപ്പെട്ട് കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റെല്ലാ യൂട്യൂബർമാരും സംസാരിക്കുന്നത് പോലെ വാലിൽ തീ കൊളുത്തിയ സ്പീഡിൽ ഞാൻ സംസാരിക്കാത്ത കാരണം എൻ്റെ ഉള്ളിൽ നിന്നൊരു വാക്ക് വെളിയിൽ വരുന്നതിന് മുൻപ് ഞാനതിനെ ശോധന ചെയ്യാറുണ്ട്. അതിന് സമയമെടുക്കും. അത് സഹിക്കാൻ വയ്യാത്ത ആളുകളെ പറ്റി എനിക്ക് അവരോട് ക്ഷമ യാചിക്കുകയല്ലാതെ എനിക്ക് എൻ്റെ ഈ സ്റ്റൈൽ മാറ്റാൻ സാധ്യമല്ല. പോട്ടെ, അത് മറ്റൊരു വിഷയം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ അരനൂറ്റാണ്ട് ഞാൻ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സംസ്കാരം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ എക്കാലത്തും ചെറിയ തോതിലൊക്കെ രാഷ്ട്രീയ പ്രക്രിയകളിൽ, സംസാരങ്ങളിൽ, സംവാദങ്ങളിൽ, ഏറ്റുമുട്ടലുകളിൽ പരസ്പരം അധിക്ഷേപം ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പരസ്പരം അപമാനിക്കാവുന്ന ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങൾ വിരളമായിരുന്നുവെന്ന് മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും സംസാരിച്ചാൽ അങ്ങനെ സംസാരിക്കുന്നവർ നികൃഷ്ടരാണെന്നും അവരെ സാമാന്യ ജനം തള്ളിക്കളയേണ്ടതാണെന്നുമുള്ള ധാരണ ഭാരതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ വാവിട്ട് സംസാരിക്കുന്നവർ ആ നികൃഷ്ട പ്രവൃത്തി ചെയ്ത ശേഷം ക്ഷമാപണം നടത്തുമായിരുന്നു. ഞാൻ പറഞ്ഞ വാക്ക് പിൻവലിച്ചിരിക്കുന്നുവെന്ന് അവർ പറയുമായിരുന്നു. എന്നാൽ അതും പാടെ മാറിപ്പോയി കഴിഞ്ഞ 10-15 വർഷം കൊണ്ട്.
ഇപ്പോൾ ഏറ്റവും ക്രൂരമായി, ഏറ്റവും ശക്തമായി, ഏറ്റവും ശക്തിയായി അധിക്ഷേപിക്കുന്ന വിധത്തിൽ കഴിയുമെങ്കിൽ 10 ചീത്ത കൂടെ ചെലുത്തി എതിരാളികളോട് പ്രതികരിക്കുന്നതാണ് ഒരു രാഷ്ട്രീയ വക്താവിൻ്റെ മിടുക്ക്. അവനെ കൈയടിച്ച് സ്വീകരിക്കണം, അവനെ കണ്ടാൽ സല്യൂട്ട് ചെയ്യണം എന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവന്നത് ആരാണ്? നാം അന്വേഷിക്കണം, നാം ചിന്തിക്കണം. ഇപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ അമ്മയെ ഏതാണ്ടൊക്കെ വിളിച്ചു. അതിന് മറുപടിയായി കോൺഗ്രസിൻ്റെ പക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ ആചാര്യയുടെ പക്ഷത്ത് നിന്ന് വരുന്നത്, നിങ്ങൾ, അതായത് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയുടെ അമ്മയെ ജേഴ്സി പശു എന്ന് വിളിച്ചു, മറ്റ് പല കാര്യങ്ങൾ വിളിച്ചു. ഞാനത് പറയുന്നില്ല, പറയാൻ നാക്ക് പ്രയാസമാണ്, നാക്ക് പുഴുത്തു പോകും. പോട്ടെ, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് ആവർത്തിക്കേണ്ട കാര്യമില്ല. അതല്ല അതിന് മറുപടി. രാഹുൽ ഗാന്ധിയുടെ അമ്മ നല്ല എന്താ പറയുക, അഭിമാനമുള്ള, നല്ല ആദർശങ്ങളുള്ള, നല്ല ഉദ്ദേശവും ലക്ഷ്യവുമുള്ള, ആന്തരികമായ സൗന്ദര്യമുള്ള, ഈ രാജ്യത്തെയും ഈ ജനത്തെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മഹനീയമായ ഒരു സ്ത്രീയാണ്, ആദരണീയയായ ഒരു സ്ത്രീയാണ് എന്ന് അവരോട് വളരെ അടുത്ത് പല കാര്യങ്ങളും സംസാരിക്കാനും പല സാധ്യതകളും ഡിസ്കസ് ചെയ്യാനും അവസരം കിട്ടിയൊരു വ്യക്തി എന്ന നിലയിൽ അവരുടെ ആന്തരികമായ ചിന്താഗതികളെ സസൂക്ഷ്മം പരിശോധിക്കുവാനും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാനും അനേക അവസരങ്ങൾ ലഭിച്ച വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാം. അതുകൊണ്ട് അവരൊരു ജേഴ്സി പശുവാണ് എന്ന് പ്രൈം മിനിസ്റ്റർ അല്ല, പ്രൈം മിനിസ്റ്ററുടെ മേളിൽ ആരെങ്കിലും പറഞ്ഞാലും അതെന്നെ ബാധിക്കത്തില്ല. ഞാനത് കണ്ട അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഈ മനുഷ്യൻ്റെ വായിൽ ഇങ്ങനെ വന്നല്ലോ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഞാനത് തള്ളിക്കളയും. പക്ഷേ അതൊരു വലിയ പ്രശ്നം ഞാൻ കാണും. ആ പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ അതിൻ്റെ ആ ഉന്നത കോടിയിലിരിക്കുന്നൊരു വ്യക്തിക്ക് പോലും ഇങ്ങനെ അസഭ്യമായ ഭാഷയിൽ എതിരാളികളെപ്പറ്റി പരാമർശിക്കേണ്ടി വരുന്നത്? അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് രോഗം കിടക്കുന്നത്. ചീത്ത വിളിക്കുന്നു എന്നത് രോഗലക്ഷണമാണ്, അത് രോഗമല്ല. രോഗം എന്താണ്? രോഗമെന്നത് ഭാരതത്തെ ഇന്ന് ഗ്രസിച്ചിരിക്കുന്ന, ഭാരതത്തെ ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന രോഗം, ഭാരതത്തിൻ്റെ രാഷ്ട്രീയ കോവിഡ് എന്താണെന്ന് നാം തിരിച്ചറിയണം. അത് വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം നാം ആധികാരികമായി ഔദ്യോഗികമായി സ്വീകരിക്കുകയും അതിനെ നടപ്പാക്കുകയും അതാണ് മിടുക്ക് എന്ന് എല്ലാവരും സമ്മതിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വെറുപ്പിനെ ഭാഷയിൽ കൂടെ അവതരിപ്പിക്കുക എന്നതിന് പൂർവാധികമായ ഒരു സ്വീകാര്യത ഉണ്ടാകും. ദയവായി മനസ്സിലാക്കുക. ഇത് ഞാൻ ഭാഷയുടെ കണ്ണിൽ കൂടെ ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കട്ടെ. ഭാഷ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അനുഭവങ്ങളിൽ കൂടെയും വികാരങ്ങളിൽ കൂടെയുമാണ്. അനുഭവങ്ങൾ മാറുന്നതോടുകൂടെ ഭാഷയുടെ സ്വഭാവം മാറും, വികാരങ്ങൾ മാറുന്നതോടുകൂടെ ഭാഷയുടെ സ്വഭാവം മാറും. നമുക്കറിയാം, ഭാരതത്തിലെ ഭാഷകളിൽ വികാരത്തെ പൊതുവായി അവതരിപ്പിക്കുന്നതിന് മനോഹരമായ വാക്കുകളുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലും യൂറോപ്യൻ ഭാഷകളിലും വികാരത്തെ പൊതുരംഗത്ത് അവതരിപ്പിക്കുന്ന അത്ര നല്ല കാര്യമല്ല എന്നതുകൊണ്ട് വികാരത്തെ പരാമർശിക്കുന്ന അനേക വാക്കുകളുണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവിടെ പൊതുവായുള്ള പരാമർശങ്ങൾ നോക്കിയാൽ, ഇപ്പം പ്രസംഗങ്ങൾ നോക്കിയാൽ, പ്രസ്താവനകൾ നോക്കിയാൽ, സംവാദങ്ങൾ നോക്കിയാൽ, വികാരത്തോട് അടുത്ത് നിൽക്കുന്ന വാക്കുകൾ വളരെ വളരെ കുറച്ച് മാത്രമേ അവർ ഉപയോഗിക്കുകയുള്ളൂ. അവർ യുക്തിയോടും ആശയങ്ങളോടും ആദർശങ്ങളോടും ചേർന്ന് നിൽക്കുന്ന വാക്കുകളായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ ഒരു വ്യത്യാസം നിങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അപ്പം നാം ഒരു വൈകാരിക സംസ്കാരത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വികാരങ്ങളെ ഏറ്റവും മഹനീയമായ രീതിയിൽ, അതിൻ്റെ പരിശുദ്ധിയിൽ, അതിൻ്റെ മാന്യതയിൽ, അതിൻ്റെ സാംസ്കാരിക ഔന്നത്യത്തിൽ നിലനിർത്തുവാനും പൊതുരംഗത്ത് ഉപയോഗിക്കുവാനും നാം കൂട്ടാക്കണം.
പക്ഷെ അങ്ങനെ വരണമെങ്കിൽ നമ്മുടെ വികാരങ്ങൾ മാനുഷികമായ മൃദുലതയും സൗന്ദര്യവും ഔന്നത്യവും ഉള്ളതായിരിക്കണം. നാം മൃഗീയമായ വികാരങ്ങൾ ഉൾക്കൊണ്ട് മാന്യമായ ഭാഷയിൽ സംസാരിക്കാൻ സാധ്യമല്ല. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ്, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യൻ എന്നേക്കാൾ വ്യത്യാസമുള്ളത് കൊണ്ട് അവൻ മനുഷ്യനല്ല, അവനൊരു പോത്താണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് അങ്ങനെ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവനെ പോത്ത് എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് മാത്രമല്ല, അത് എൻ്റെ കടമയാണ്. അതേസമയം അവൻ എന്നെ പോത്തെന്ന് വിളിച്ചാൽ അവൻ അഹങ്കാരിയാണ്. അവൻ എന്നെ ചീത്ത വിളിച്ചു, കാരണം ഞാൻ എൻ്റെ കണ്ണിൽ വലിയ മഹിമയുള്ളവനാണ്. ഇതാണ് നമ്മുടെ പ്രശ്നം. ഈ പ്രശ്നം ദയവായി മനസ്സിലാക്കണം. ഇന്ന് ഭാരതത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രീയമായ കാഴ്ചപ്പാട്, പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെ കാഴ്ചപ്പാട്, BJPയുടെ കാഴ്ചപ്പാട് ഉച്ചനീചത്വങ്ങളുടെ കാഴ്ചപ്പാടാണ്. ഞങ്ങളുടെ ക്യാമ്പിലുള്ളവരെല്ലാം മാന്യന്മാരും മേലേക്കിടയിലുള്ള ആളുകളും വരേണ്യ വർഗത്തിൽപ്പെട്ട ആളുകളും, ഞങ്ങളുടെ ക്യാമ്പിന് അപ്പുറത്തുള്ളവരെല്ലാം നീചന്മാരും മ്ലേച്ഛന്മാരുമാണ്. അവരെ ഏതെല്ലാം വിധത്തിൽ അപമാനിച്ചാലും അത് സഹിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, രാഹുൽ ഗാന്ധിയെ പപ്പു 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 എന്ന് എത്ര വർഷം, 10-12 വർഷം വിളിച്ച് ലോകത്തിൽ ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രമാനം അനുദിനം അപമാനം ഏറ്റെടുത്ത ഒരു വ്യക്തിയും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് മാത്രമാണ് ദീർഘകാലം മൗനം പൂണ്ട ശേഷം ഞാൻ രാഹുൽ ഗാന്ധിയെ പരസ്യമായി സപ്പോർട്ട് ചെയ്തു. ഞാൻ രാഹുൽ ഗാന്ധിയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുമായിരുന്നില്ല. ഞാൻ രാഹുൽ ഗാന്ധിയെ അല്ല സപ്പോർട്ട് ചെയ്തത്. ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു പ്രവൃത്തി, ഇത് മ്ലേച്ഛമാണ്, ഇത് നീചമാണ്. ധാർമ്മിക ബോധമുള്ള ഒരു സമൂഹവും ഒരു വ്യക്തിയും ഇത് പൊറുക്കരുത് എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്തത്. ഞാൻ അവിടെ ഇപ്പോഴും അടിയുറച്ച് നിൽക്കുകയാണ്. അത് കോൺഗ്രസ് ആയാലും BJP ആയാലും മാർക്സിസ്റ്റ് ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ഇപ്രകാരമുള്ള മ്ലേച്ഛമായ വിധത്തിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ തങ്ങളുടെ എതിരാളികളെ കാണുകയോ അവരെപ്പറ്റി പരാമർശിക്കുകയോ ചെയ്യരുത് എന്നതിൻ്റെ അടിയുറച്ച വിശ്വാസമാണ്, നിലപാടാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, നാം ഇപ്പോൾ സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന, നാം മുഖാന്തരമായി പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം എന്താണ്? വെറുപ്പിൻ്റെയും അക്രമത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും രാഷ്ട്രീയമാണ്. ഇപ്പം ഞാൻ ഡൽഹിയിലുള്ളപ്പോഴാണ് ഒരു BJPയുടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന നേതാവ്, ഒരു ജാതിയിൽപ്പെട്ട ആളുകൾ ദേശദ്രോഹികളാണ്, അവർ മുഴുവൻ ദേശദ്രോഹികളാണ്. ദേശക്ക് ഗദ്ദാർക്കോ ഗോലിമാരോ ആരാണെന്ന് ഞാൻ പറയുന്നില്ല. അത് ആർക്കും പ്രശ്നമില്ലായിരുന്നുവല്ലോ, ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. മാത്രമല്ല, സ്ത്രീകളെ അപമാനിക്കുന്ന എന്തെല്ലാം പ്രസ്താവനകൾ BJP ക്യാമ്പിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാനതൊന്നും ഓരോ സംഭവം എടുത്ത് പറയുന്നില്ല, കാരണം ഇത് പറയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ അതെന്തുകൊണ്ട് വരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്ത് പറഞ്ഞു എന്നുള്ളതല്ല മനസ്സിലാക്കേണ്ടത്. ആ ലിസ്റ്റ് നിങ്ങൾക്ക് വേറെ എവിടുന്നെങ്കിലും കിട്ടും, അതെൻ്റെ വേണ്ട. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ്. നാം വെറുപ്പിൻ്റെയും അക്രമത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും രാഷ്ട്രീയത്തെ നമ്മുടെ ഇപ്പോഴത്തെ മാനദണ്ഡമായി അഭിഷേകം ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ആ രാഷ്ട്രീയ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആരെങ്കിലും വാ തുറന്നാൽ അവൻ്റെ വായിൽ നിന്ന് വരുന്നത് അമേദ്യമായിരിക്കുമെന്ന് നാം മനസ്സിലാക്കുക. പക്ഷേ തൻ്റെ വായിൽ നിന്ന് ബഹിർഗമിക്കുന്നത് നാറുന്ന ഭാഷയാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം അവനില്ല എന്ന് മനസ്സിലാക്കുക. ആ ബോധം ഉദിക്കുന്ന എപ്പോഴാണ്? അയാൾ സംസാരിച്ച ഭാഷ മറ്റാരെങ്കിലും അയാളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ദുർഗന്ധം ഈ രണ്ട് മൂക്കിൻ്റെ നാസദ്വാരങ്ങളും കയറുമ്പോൾ മാത്രമേ അയ്യോ അത് നാറുന്നല്ലോ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകത്തുള്ളൂ. ഇതാണ് നമ്മുടെ പ്രശ്നം. ഇത് ഭാരതത്തിലെ ജനം മനസ്സിലാക്കിയേ മതിയാകുകയുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറയാൻ നിർത്താൻ പോകുകയാണ്. ഇപ്പോൾ സ്ത്രീകളെ അപമാനിച്ചു എന്നാണല്ലോ. നരേന്ദ്രമോദിയുടെ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീയാണ്. ജനാധിപത്യ ജീവിത രീതിയിൽ, കാഴ്ചപ്പാടിൽ മോദിയുടെ അമ്മയും ഈ ഒന്നുമല്ലാത്ത എൻ്റെ അമ്മയും
എന്തെങ്കിലുമായ നിങ്ങളുടെ അമ്മമാരും എല്ലാം തുല്യമാണ്. ആരുടെയും അമ്മമാരെ അപമാനിക്കരുത്. എല്ലാവർക്കും അവരവരുടെ അമ്മമാരുടെ അഭിമാനത്തെ മാനിക്കുവാനും വിലമതിക്കുവാനുള്ള അവകാശം ഈ ജനാധിപത്യ സംസ്കാരത്തിലുണ്ട്. ഒരാൾ പ്രൈം മിനിസ്റ്ററുടെ അമ്മയായതുകൊണ്ട് ഏതാണ്ട് സ്വർഗത്തിൽ നിന്ന് വന്നെന്നും പറയുന്നത് അത് പണ്ട് രാജാക്കന്മാർ ഭരിച്ച കാലത്ത് പറയാൻ കൊള്ളാം, ഈ കാലത്ത് പറയാൻ കൊള്ളുന്നതല്ല. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം നരേന്ദ്രമോദിയുടെ അമ്മ ചീത്ത പറഞ്ഞു, പള്ളു പറഞ്ഞു എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. സ്ത്രീയെ അപമാനിച്ചു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. സ്ത്രീ അമ്മയാണ്. സ്ത്രീ അമ്മ മാത്രമല്ല, സ്ത്രീ ഒരു മനുഷ്യ ജീവിയാണ്. അന്തസ്സോടെ ജീവിക്കാൻ ദൈവത്തിൽ നിന്ന് അവകാശം പ്രാപിച്ച ഒരത്ഭുത പ്രതിഭാസമാണ് സ്ത്രീ. ആ അവകാശത്തെ മാനിക്കുവാൻ പ്രൈം മിനിസ്റ്റർക്കും എനിക്കും നിങ്ങൾക്ക് ഏവർക്കും ഒരു കടമയുണ്ട്. എനിക്ക് നരേന്ദ്രമോദിയോട് ചെറിയ ചോദ്യം ചോദിക്കാനുണ്ട്. താങ്കൾ ഭരിക്കുന്ന ഭാരതത്തിൻ്റെ ഒരു അംശമാണല്ലോ മണിപ്പൂർ സ്റ്റേറ്റ്. അവിടെ 2 യുവതികളെ പിടിച്ച് തികച്ചും നഗ്നരാക്കി വലിയൊരു ജനക്കൂട്ടം അവരെ പ്രദർശിപ്പിച്ച് ചെണ്ടയും കൊട്ടി അട്ടഹസിച്ച് പ്രദർശിപ്പിച്ച് നടന്നപ്പോൾ എന്തുകൊണ്ടാണ് അത് തെറ്റായിപ്പോയി എന്നെങ്കിലും ഒന്ന് പറയുവാൻ താങ്കളുടെ വാചാലമായ നാക്ക് അനങ്ങാതെ പോയത് എന്ന് ചോദിക്കേണ്ടി വന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു. അപ്പോൾ സ്വന്തം അമ്മയ്ക്ക് മാനമുണ്ട്, മറ്റുള്ള സ്ത്രീകൾക്ക് മാനമില്ല എന്ന് പറയുന്നത് സാറേ ശരിയല്ല. ഇത് ആര് ചെയ്താലും അപമാനാർഹമാണ്, അവഹേളനമാണ്. ഇത് തികച്ചും ഈ രാജ്യം മുഴുവൻ ഒരേ സ്വരത്തിൽ തന്നെ അധിക്ഷേപിക്കേണ്ടതാണ്. പക്ഷേ നാം അത് ചെയ്യുന്നില്ല. വലിയവൻ്റെ അമ്മയ്ക്ക്, വലിയവൻ്റെ പെങ്ങൾക്ക്, വലിയവൻ്റെ മകൾക്ക് സംരക്ഷണം വേണം, മാനം വേണം. എന്നാൽ പാവപ്പെട്ടവൻ്റെ അമ്മയ്ക്കോ മകൾക്കോ പെങ്ങൾക്കോ ഒന്നും വേണ്ട. ഇത് ജനാധിപത്യ സംസ്കാരമല്ല സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു സംസ്ഥാനം മുഴുവൻ സ്തംഭിപ്പിക്കുകയാണ് എന്ന് മാത്രവുമല്ല, അതിനേക്കാളുപരി ആ സംസ്ഥാനത്തെ ജനങ്ങളെ 2 ചേരികളായി തിരിച്ച് അവരെ പരസ്പരം അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ബന്ദ് നടക്കുകയാണ്. ഇപ്പം പ്രൈം മിനിസ്റ്റർ മോദിയുടെ നിർദ്ദേശം എല്ലാവരും അനുസരിച്ചാൽ BJPയിലുള്ള ഒരു വ്യക്തി അങ്ങോട്ട് നടന്നു പോകുമ്പോൾ RJDയിലുള്ള 1-2 പേരവിടെ നിൽക്കുന്നു. അദ്ദേഹം അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. പ്രൈം മിനിസ്റ്ററുടെ, പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിക്കണമല്ലോ. അവർ പിടിച്ചൊരു പോട് കൊടുക്കുന്നു. അതുകൊണ്ട് മൂങ്ങിക്കൊണ്ട് ക്യാമ്പിൽ വന്ന് പറയുന്നു, ഇവിടുന്ന് 10 പേർ അങ്ങോട്ട് ചെല്ലുന്നു, അവിടുന്ന് 20 പേർ ഇങ്ങോട്ട് വരുന്നു. എന്ത് സംഭവിക്കും? ഒരു സംസ്ഥാനത്തെ ജനതയെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലിക്കുന്നതാണോ ഒരു നേതാവിൻ്റെ സംഭാവന? നിങ്ങൾ മനസ്സിലാക്കണം. വാസ്തവത്തിൽ നാം ചോദിക്കണം, ഈ രാജ്യത്തെ ആദിവാസികൾ, ദളിത് സ്ത്രീകളെ സംഘമായി ബലാത്കാരം ചെയ്യുന്നില്ലേ? നമ്മുടെ നാഷണൽ ക്രൈം ബ്യൂറോ റെക്കോർഡിൻ്റെ കണക്കനുസരിച്ച് ഈ രാജ്യത്ത് ബലാത്സംഗത്തിനിരയാകുന്ന സ്ത്രീകളിൽ 75% ദളിത് സ്ത്രീകളാണ്, പിന്നോക്ക സ്ത്രീകളാണ്. ആദിവാസികളുടെ ഇടയിൽ ഈ അക്രമം വളരെ അധികം നടക്കുന്നുവെന്ന് എത്രയോ റിപ്പോർട്ടുകൾ അടിക്കടി വരുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നൊരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അതിന് കുറ്റം പറയുന്നതല്ല, ഞാൻ പറയുന്നത് നമുക്കൊരു പൊതുവായ മാനദണ്ഡം വേണം. എല്ലാവർക്കും ആത്മാഭിമാനത്തോടെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കപ്പെടണം. എല്ലാവരുടെയും അമ്മമാർ ആരാധ്യരാണ് എന്ന് നാം വളരെ ആവേശത്തോടെ വിളിച്ചു പറയണം. എന്നാൽ മാത്രമേ പ്രൈം മിനിസ്റ്ററുടെ പോലും അമ്മയുടെ മാഹാത്മ്യം അല്ലെങ്കിൽ അഭിമാനം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. എൻ്റെ അമ്മയുടെ, ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കും, എൻ്റെ അമ്മയെ അപമാനിച്ചപ്പോൾ ഞാനത് സഹിക്കേണ്ടി വന്നത് എനിക്ക് കയ്യൊക്കുണ്ടാകാൻ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ അമ്മയെപ്പറ്റി സ്നേഹമോ ബഹുമാനമോ ഇല്ലാത്തതാണോ? ഒരിക്കലുമല്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ടിരുന്നാൽ പ്രതികരിക്കുന്ന ആളിൻ്റെ മാനം പോകും എന്നതുകൊണ്ട് തന്നെയാണ്.
അല്ലാതെ രാഹുൽ ഗാന്ധിക്ക് തൻ്റെ അമ്മയായ സോണിയാഗാന്ധിയോട് സ്നേഹമില്ലാഞ്ഞിട്ടില്ല. ആ കുടുംബം നിങ്ങൾക്കറിയാം, പരസ്പരം വളരെ സ്നേഹിച്ച് ഒരുമയോടെ കഴിയുന്ന കുടുംബമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അത് നൊമ്പരമുണ്ടായില്ലേ? അദ്ദേഹം ഉടനെ പറഞ്ഞു നമുക്കുടനെ ഈ രാജ്യം മുഴുവൻ സ്തംഭിക്കണമെന്ന് പറഞ്ഞില്ല. കാരണം എന്താണ്? വെറുപ്പിൻ്റെ ഈ വിഷവായു ഞാൻ മുഖാന്തരം ഈ രാജ്യത്ത് കൂടുതൽ പടരരുത്, പ്രസരിക്കരുത് എന്ന കരുതൽ കൊണ്ടാണ്. ഏതായാലും ഇത് വളരെ ദൗർഭാഗ്യകരമാണ്. ഒരു പ്രൈം മിനിസ്റ്ററിൽ നിന്ന് ഈ രാജ്യം ഇതിൽ നിന്ന് വളരെ ഉദാത്തമായ വിധത്തിലുള്ള നിലപാടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ആരാധ്യനായ നരേന്ദ്രമോദി തിരിച്ചറിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, നാം ഏവരും പ്രതീക്ഷിക്കുന്നത്. ഞാൻ വീണ്ടും പറയട്ടെ, ഒരാളുടെ അമ്മയെ അധിക്ഷേപിക്കുന്നത് നല്ലതല്ല. പക്ഷേ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പരസ്പരം വെറുക്കുന്നതാണ് ദേശഭക്തിയുടെ ഏറ്റവും ആധികാരികമായ സ്വഭാവം എന്ന മാരകമായ വിഷലിപ്തമായ ഒരു സങ്കല്പം മനുഷ്യ മനസ്സിൽ, ഭാരതീയ മനസ്സിൽ, ഈ രാജ്യത്തിൻ്റെ മനസ്സിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യർ പരസ്പരം സംവാദം നടത്തുമ്പോൾ ഏറ്റവും മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിച്ച് മാത്രം പരസ്പരം പരാമർശിക്കുക, അതാണ് മേന്മ, അതാണ് മിടുക്ക് എന്ന് ധരിക്കാനേ സാധ്യമാകുകയുള്ളൂ. സാധാരണ വാക്കുകൊണ്ട് ഉള്ളിലുള്ള വെറുപ്പിൻ്റെ വിഷം വേണ്ടതുപോലെ പ്രകടിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത്. ദയവായി മനസ്സിലാക്കുക. അത് കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വ്യക്തിയെപ്പറ്റി കോപം തോന്നിയാൽ ആ കോപത്തിൻ്റെ അളവ് അതേ തോതിൽ പ്രകടിപ്പിക്കത്തക്ക മാന്യമായ വാക്ക് എനിക്കുണ്ട് എങ്കിൽ ഞാനത് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. പക്ഷെ എൻ്റെ ഉള്ളിൽ തികച്ച് പുളിച്ച് തുളുമ്പുന്ന ഈ വെറുപ്പിൻ്റെ ആ ശക്തി, അതിൻ്റെ ആക്രോശം വേണ്ടതുപോലെ പ്രകടിപ്പിക്കുവാൻ സഭ്യമായ ഭാഷയിൽ വാക്കുകളില്ലാത്തപ്പോൾ എൻ്റെ മുമ്പിൽ അവശേഷിക്കുന്ന ഒരേ ഒരു സാധ്യത ചീത്ത വിളിക്കുക എന്നതാണ്. അതിപ്പോൾ ധാരാളമായി നമ്മുടെ ഇടയിൽ നടക്കുന്നു. പക്ഷേ ആരെ വിളിക്കുന്നത് മാത്രമാണ് പ്രശ്നം. ചീത്ത വിളിക്കുന്നത് തെറ്റാണെന്ന് ആരും പറയുന്നില്ല. എൻ്റെ അമ്മയെ വിളിക്കരുത്, നീ വേറെ എല്ലാ അമ്മമാരെയും വിളിച്ചോ എന്ന ഒരു ധാരണ ശരിയല്ല. അതിനുവേണ്ടി ഒരു സംസ്ഥാനത്തെ സ്തംഭിപ്പിക്കുന്നതും ശരിയല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സംഘപരിവാറിലെ ക്യാമ്പുകളിൽ നിന്നുള്ള അക്രമത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, ചീത്തവിളി തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.